ഹായ് ഡിയേഴ്സ്. ഫോണുകളിൽ മെമ്മറി സ്പേസ് കൂട്ടാനുള്ളതും ഹാങ് കുറക്കാനുള്ളതുമായ വഴികൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് റീസെൻ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതോടെ റാം മെമ്മറി കുറച്ച് ഭാഗം ക്ലിയറായി കിട്ടും. അതോടുകൂടി തന്നെ ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഡാറ്റ കുറഞ്ഞു കിട്ടും. അതേ റീസെൻ്റ് സ്ക്രീനിൽ തന്നെയുള്ള ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ടെമ്പററി മെമ്മറിയും ക്ലിയർ ചെയ്യുക. റീസെൻ്റ് ഓപ്ഷൻ പല ബ്രാൻഡുകളുടെ ഫോണിലും പല രീതിയിലായിരിക്കും. ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് റെഡ്മിയുടെ ഫോണിൻ്റേതാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ തന്നെ പല രീതിയിലുള്ള ക്ലീനിങ് ഓപ്ഷനും കാണാൻ സാധിക്കും. ആ ഓപ്ഷനുകളൊക്കെ തന്നെ കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആവശ്യമുള്ള ഡാറ്റകൾ പോലും ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ ഓപ്ഷനുകളൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അടുത്ത മെമ്മറി ക്ലിയറിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ മാനേജറിൽ കയറി ചെയ്യാനുള്ളതാണ്. ഫയൽ മാനേജറിലുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നാണ് ആവശ്യമില്ലാത്ത ഡാറ്റ ഇനി കളയാനുള്ളത്. അതിനായി ഫയൽ മാനേജറിലുള്ള ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡറിൽ നിന്നും മീഡിയ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ താഴെ കാണുന്ന com.whatsapp എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ കാണുന്ന വാട്സപ്പ് എന്നുള്ള ഫോൾഡറും ഓപ്പൺ ചെയ്യുക. ഇതിൽ തന്നെ ഡാറ്റാബേസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള കുറേ ഫയലുകൾ കാണാൻ സാധിക്കും. വാട്സപ്പ് മെസ്സേജ് റിക്കവറി ആവശ്യമില്ലാത്തവർക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ മെമ്മറി ലാഭിക്കാൻ സാധിക്കും. ഓരോന്നായി മാർക്ക് ചെയ്തോ ഒരുമിച്ചോ ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിലോട്ടുള്ള ഫോൾഡറിലോട്ട് തിരിച്ചു വന്നാൽ അതിൽ താഴെയായി മീഡിയ എന്നുള്ള ഫോൾഡറിൽ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഉപയോഗിക്കുന്ന മീഡിയ ഫയലുകളുടെ ഫോൾഡറുകൾ കാണാം. അതിൽ തന്നെ കൂടുതൽ സൈസ് വരുന്ന വാട്സപ്പ് വീഡിയോ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും സെൻഡ് എന്ന് കാണുന്ന ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിൽ സെൻഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആ ഫോൾഡറിലാണ് ഉണ്ടാവുക. ആ ഫോൾഡറിൽ നിന്നും തിരികെ ബാക്കോട്ട് വന്നാൽ വാട്സപ്പ് ഇമേജ് എന്നുള്ള ഫോൾഡർ കാണാം. ഇതിലും സെൻഡ് എന്നുള്ള ഫോൾഡർ കാണാം. ഇനി സെൻഡ് ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് മെമ്മറി ലാഭിക്കാൻ സാധിക്കും. സെൻഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളാണ് ആ ഫോൾഡറിൽ ഉണ്ടാവുക. ഡിലീറ്റ് ചെയ്യുന്നത് സെൻഡ് ചെയ്ത ഫയലുകളായതുകൊണ്ട് തന്നെ ഗാലറിയിൽ നിന്നും ആ ഫയലുകൾ നഷ്ടമാവില്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ മീഡിയ ഫയലുകളുടെയും ഓരോ ഫോൾഡറുകൾ അതിൽ കാണാൻ സാധിക്കും. അതിലും സെൻഡ് ഫയലുകൾ ഉണ്ടാകും. സെൻഡ് ചെയ്ത വോയിസ് ആവശ്യമുള്ളവർ വോയിസ് ഫോൾഡറിൽ നിന്നും സെൻഡ് വോയിസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫോണുകളിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴിയും ഹാങ് കുറക്കാൻ സാധിക്കും. ഇത്രയും ചെയ്താൽ തന്നെ മെമ്മറി ഫുള്ളായത് കൊണ്ടുള്ള ഹാങ് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.